ഹായ് ഓൾ, വെൽക്കം ടു പ്രിയാമ്പിൾ. അങ്ങനെ ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 3 എക്സാമിനേഷനും കഴിഞ്ഞു. പൊതുവേ എക്സാം എഴുതിയവരുടെ ആ ഒരു അനുഭവവും അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, സ്റ്റേജ് 1 and 2 വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ എളുപ്പമായിരുന്നു. പക്ഷേ എളുപ്പമായ പരീക്ഷ ആയതുകൊണ്ട് എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നല്ല കാര്യമൊന്നുമല്ല. കാരണം എന്താണ്, സ്റ്റേജ് 1ലും 2ലും ഉള്ളവർക്ക് അവരുടെ പരീക്ഷ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായിരുന്നു. നമ്മൾ ഇപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് പുറത്തിരുന്നിട്ട് പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എക്സാം ഹാളിൽ ചെല്ലുമ്പം എല്ലാ എക്സാമുകളും ഡിഫിക്കൽട്ടായിട്ട് തന്നെയായിരിക്കും തോന്നുന്നത്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാത്സ്, മലയാളം, ഇംഗ്ലീഷ് പോർഷൻസ് എളുപ്പമായി കഴിഞ്ഞാൽ ആ പരീക്ഷ എളുപ്പമാവാനുള്ളൊരു സാധ്യതയാണല്ലോ ഉള്ളത്. എന്നാൽ ഇവിടെ അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് വൈസുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഹിസ്റ്ററിയിൽ മാത്രം ഹിസ്റ്ററിക്കൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തു എന്നുള്ളതല്ലാതെ മറ്റ് പോർഷൻസിലേക്കൊക്കെ വരുമ്പോഴും എന്താണ്, ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ട് തന്നെയാണ് തോന്നിയത്. അതേപോലെ തന്നെ വൺ വേർഡ് ടൈപ്പ് ആ ഒരു നേച്ചറിലുള്ള ചോദ്യങ്ങളായിരുന്നു ഈവൻ ജോഗ്രഫിയിൽ പോലും നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ മൊത്തത്തിൽ എക്സാം ഹാളിലും പരീക്ഷ എന്താണ് ഒരു എളുപ്പമുള്ള രീതിയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം സ്റ്റേജ് 1നെയും 2നെയും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും സ്റ്റേജ് 1ലും 2ലും കുറേ വിഷമിച്ചവരുണ്ടായിരുന്നു. അതായത് മാർക്ക് 40ൽ കുറവായതുകൊണ്ട് തന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തായാലും എന്താണ് പ്രതീക്ഷ കളയേണ്ട, റിസൾട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ ഈവൻ സ്റ്റേജ് 3ലും അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 40 അബോവ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം സ്റ്റേജ് 1 and 2ലേക്ക് വരുമ്പം നമുക്ക് എന്തായാലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇപ്പം ഓരോ ചോദ്യവും സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചോദ്യവും അത് ശരിയാക്കിയവർ, അത് അറ്റംപ്റ്റ് ചെയ്തവരും അതേപോലെ തന്നെ എന്താണ് അത് എത്രത്തോളം ശരിയാക്കി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരു ഇൻഡെക്സും മറ്റും തയ്യാറാക്കിക്കൊണ്ട് ഓരോ ചോദ്യത്തിൻ്റെയും ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ചോദ്യത്തെ കമ്പയർ ചെയ്തുകൊണ്ട്, ഏറ്റവും എളുപ്പമുള്ള സ്റ്റേജിലെ ക്വസ്റ്റ്യൻസിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു മൾട്ടിപ്ലയർ വാല്യൂ ഒക്കെ തയ്യാറാക്കി അങ്ങനെ ആയിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവരുടെയും പെർഫോമൻസ് അതിലൊരു കാര്യമാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റേജ് 1 and 2 ഉണ്ടായവർക്ക്, ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഫീൽ ചെയ്തവർക്ക് അതിൻ്റേതായ രീതിയിലുള്ളൊരു മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അന്ന് ഡെസ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് സന്തോഷിച്ചോളുക. അതേപോലെ തന്നെ ഇന്നത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി, മറ്റുള്ളവർക്ക് അത് പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പരീക്ഷ എഴുതിയവർക്കെല്ലാം തന്നെ എന്താണ് മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻസിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ ഓരോ മെയിൻസിൻ്റെയും ടോപ്പിക്കുകളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. കേരള ഗവേണൻസും ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും കറണ്ട് അഫേഴ്സും കോമൺ ആയിട്ട് എല്ലാ മെയിൻസിനും വേണ്ടതാണ്. അതുകൊണ്ട് അത് മാത്രമായിട്ടൊരു കോഴ്സായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആക്ട്, നമ്മളുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആക്ട് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാകും. ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലാസ്സുകൾ ആപ്ലിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളോടൊപ്പം ക്ലാസ് നോട്ട്സും ക്ലാസ് ടെസ്റ്റും അതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യാവുന്ന ഫോർമാറ്റിലായിരിക്കും നോട്ട്സ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ എന്താണ് മറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും SBCID ഇതോടൊപ്പം തന്നെ ചേർന്ന് പോകുന്നുണ്ടാകും. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പം ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. ഡെമോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ക്ലാസ്സുകൾ ഡെമോ ആയിട്ട് കണ്ടു നോക്കുക. അതിനുശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സുകൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ തുടർന്ന് പർച്ചേസ് ചെയ്താൽ മതി. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ക്ലാസ്സുകളോടൊപ്പം ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിനും നിങ്ങൾക്ക് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷനും ബാച്ചുകളുമൊക്കെ ആപ്ലിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളുക. അതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് റിസീവ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിലെല്ലാം ഉപരി ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ബുക്ക് കൂടി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യം താഴെ കമൻറ്റ് ചെയ്തോളുക. പരീക്ഷയുടെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. സ്റ്റേജ് 1 and 2 വെച്ച് നോക്കുമ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തന്നെ കമൻറ്റ് ചെയ്തോളുക. എന്തായാലും ഡെസ്പ് ആവേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാകും. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതിപ്പം ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ശരി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. താങ്ക് യു ഓൾ. ഹാപ്പി ലേണിംഗ്.